ഞാനിപ്പോൾ ഉള്ളത് കാണക്കരയിലെ വീട്ടിലാണ്. കാണക്കരയിലെ അദ്ദേഹത്തിൻ്റെ വീടാണ്. ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ലൈവ് ചർച്ചകൾക്കൊക്കെ വരാനുള്ളൊരു സ്ഥലമാണ്. പുക്കാറൻ വില്ല എന്ന് പറയുന്ന ആ ഒരു വീടാണ്. അവിടേക്ക് ആളുകൾ അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ പത്നിയുണ്ട്, അന്നമ്മയുണ്ട്. അവർ വലിയ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിവരം ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിരുന്നു. ചേച്ചി, എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു? എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു? ഒത്തിരി സന്തോഷമുണ്ട്. ഒരു വലിയൊരു അംഗീകാരമല്ലേ ലഭിച്ചത്? ഒരുപക്ഷെ ഈ കാലം അത്രയും ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു. ഒരുപക്ഷെ ഇത്രയും അംഗീകാരം ലഭിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ്. അത് എത്രത്തോളം സന്തോഷമുണ്ട്? അതവർക്ക് ഈ സ്ഥാനം കിട്ടിയില്ലെങ്കിലും സന്തോഷമുണ്ടാകും. അവർ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനാണ് അംഗീകാരം, സ്ഥാനത്തിനല്ല. അതുകൊണ്ട് ഇത്ര കാലം അവർക്ക് സ്ഥാനം കിട്ടിയില്ല, അവർ മന്ത്രിയായില്ല, അതോടത്തൊന്നും അതിൽ നിന്നൊന്നും എന്താ നേടാൻ പറ്റുന്നത്? അങ്ങനെയൊന്നും നേടാൻ പറ്റില്ല. പിന്നെ ദൈവം ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഏൽപ്പിക്കുന്നുണ്ട്. അത് എത്രമാത്രം അവർക്ക് സംതൃപ്തി ഉളവാക്കി ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ, അതിലൊക്കെയാണ് നേട്ടം എന്നുള്ളത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഘട്ടത്തിൽ അറിയിച്ചിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. മക്കളൊക്കെ അറിഞ്ഞോ ഇപ്പോൾ വിവരം? ഒരാള് കാനഡയിൽ ഉറങ്ങുന്ന സമയം, അവിടെ നൈറ്റാണ്. ഇളയാള് ഇന്ന് സൺഡേ ആണ്, അതിൻ്റെതായ അവൻ്റെ പണികൾ പഠിക്കുകയാണ്. അപ്പം സൺഡേ ഒരു ദിവസം അവർക്ക് കിട്ടുന്നുള്ളൂ. അന്ന് അവൻ്റെതായ പണികൾ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറയുന്നു, അപ്പം മോന് അറിയുന്നു. ചേട്ടൻ വിളിച്ചിരുന്നോ ഈ അറിഞ്ഞതിന് ശേഷം? ഇല്ല, ഇതുവരെ ഇല്ല. ഇവിടുന്ന് നൈറ്റിൽ പോയി രാവിലെ അവിടെ എത്തിയെന്ന് വിളിച്ചു. എന്തായാലും ഇതുവരെ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടേക്ക് ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. പക്ഷേ വലിയ സന്തോഷത്തിലാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ സജീവമായിട്ട്, നമുക്കറിയാവുന്ന പോലെ 77-കളിലൊക്കെ അടിയന്തര അവസ്ഥക്കാലത്തൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനൊരു അംഗീകാരം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായതിൽ വലിയ സന്തോഷം തന്നെയാണ് കുടുംബത്തിന് ഇപ്പോൾ ഉള്ളത്.